ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ആദ്യം തുടങ്ങിയത് മമ്മൂട്ടിയെ നായകനാക്കിയുള്ള ഒരു പ്രൊജക്ട് എന്ന നിലയിലായിരുന്നില്ല. പുതുമുഖങ്ങൾ മാത്രം അണിനിരക്കുന്ന ഒരു വടക്കൻ പാട്ട് സിനിമയായിരുന്നു MTയുടെയും ഹരിഹരന്റെയും മനസ്സിൽ. എന്നാൽ തിരക്കഥ എഴുതി ഒരു ഘട്ടമെത്തിയപ്പോൾ MT പറഞ്ഞു, ഇതിന് മമ്മൂട്ടി തന്നെ വേണം, മമ്മൂട്ടിക്ക് മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റൂ. ചതിയൻ ചന്തു എന്ന് മാലോകരെല്ലാം കുറ്റപ്പെടുത്തിയ ചന്തുവിന്റെ മനസ്സിലെ സംഘർഷങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയോളം യോജിച്ച മറ്റൊരു നടനില്ല എന്ന് MTക്ക് മനസ്സിലായി. അങ്ങനെയാണ് മമ്മൂട്ടി ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. പക മാറിയിരുന്നോ മനസ്സിൽ ഇല്ലെന്ന് പറയുന്നതാവും സത്യം. എന്റെ മോഹം, എന്റെ ധ്യാനം, എന്റെ രക്തത്തിൽ ഞരമ്പുകളിൽ 13-ാം വയസ്സ് മുതൽ പടർന്നു കയറിയ ഉന്മാദം, അവളെയാണ് ഞാൻ ഇന്ന് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. മച്ചുനൻ ചന്തു അവളെ അർഹിക്കുന്നില്ല, അവൾക്ക് എന്നും നല്ലത് വരട്ടെ. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഒരു വടക്കൻ വീരഗാഥയിലെ സംഭാഷണങ്ങൾ എത്ര ദുർബലമായി പോകുമായിരുന്നു എന്ന് മലയാളികൾക്ക് ഇന്ന് ബോധ്യമുണ്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.